ആസ് എ മൊബൈൽ ടെക്നീഷ്യൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ മറ്റൊരു ടെക്നീഷ്യൻ എങ്ങനെ പാരയായിട്ട് വരും എന്നുള്ളതാണ്. എൻ്റെ ശിവനേ, ഇത് ആൾറെഡി ഒരു ഷോപ്പിൽ കൊടുത്ത് ഡിസ്പ്ലേ മാറിയിട്ട് വീണ്ടും പൊട്ടിയിട്ട് എൻ്റെ അടുത്ത് ഡിസ്പ്ലേ മാറാൻ വന്നൊരു ഫോണാണ്. ഇതിനകത്ത് ആ ഷോപ്പുകാർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഇവിടെ മൊത്തം ബ്ലേഡിൻ്റെ പാടുകളാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഓപ്പൺ ആക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു സൈഡ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് 530 അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ഷീൽഡോ വെച്ച് കറക്റ്റ് പ്രോപ്പർ ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നുമല്ല ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. ഇതൊന്നുമില്ല. ഇതിൻ്റെ ഇന്നർ ലെയറാണ്. ഇത് ബാക്ക് പാനൽ. ഇതിൻ്റെ ഇന്നർ ലെയറാണ്. ഇതിൽ ക്ലിപ്പിംഗ് ആണ് വരുന്നത്. ക്ലിപ്പിംഗ് വെച്ചിട്ട് ഫിക്സ് ആകുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഗമ്മിട്ട് ഫുള്ള് പേസ്റ്റ് ചെയ്തേക്കാണ്, ഒട്ടിച്ചേക്കാണിത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ക്ലിപ്പ് ചെയ്ത് ഇതങ്ങ് ഇരുന്നോളും. അതിന് പകരമായിട്ട് ഇതെന്ത് ലോജിക്കാണെന്ന് എനിക്കറിയത്തില്ല. അതാ ഇവിടെ കംപ്ലീറ്റ് ഗമ്മ് വെച്ച് ഫിക്സ് ചെയ്തേക്കാണ്. ഇതിൽ എനിക്ക് കിട്ടിയ പണി എന്തെന്ന് വെച്ചാൽ ഇത് ഇളക്കിയ ടൈമിൽ ഇതിൻ്റെ വോളിയം ബട്ടൺ രണ്ടും ഇതിൻ്റെ കൂടെ ഫിക്സായി, ഈ ഗമ്മ് ഫിക്സായിരുന്നിട്ട് ഇത് ഇളക്കിയ ടൈമിൽ ആ 2 വോളിയം ബട്ടണും അവിടെ നിന്ന് കട്ടായിപ്പോയി. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമറോട് പറയാൻ പറ്റത്തില്ല. കാര്യം അവർ തന്ന ടൈമിൽ ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരുന്നു. ആ ഡിസ്പ്ലേയുടെ റേറ്റ് പറഞ്ഞ് നമ്മൾ ഫിക്സാക്കി മാറിക്കൊടുക്കാൻ വേണ്ടിയാണ് എടുത്തത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ ഈ സ്ട്രിപ്പ് മാറേണ്ട അവസ്ഥയാണ്. ഇതിന് വലിയ വിലയാവത്തില്ല, എന്നാലും ഞാൻ പറയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബട്ടൺ മാത്രമായിട്ട് മാറാനും പറ്റും, സോൾഡർ ചെയ്ത് മാറാൻ പറ്റും. അപ്പോൾ ഇതാണ് ടെക്നീഷ്യന്മാർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇത് ചെയ്തതെന്ന് വെച്ചാൽ എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇത് ചെയ്യത്തില്ല. കാരണം ഇതിനകത്ത് ഫുള്ള് ഗം ഇടേണ്ട ഒരു ആവശ്യമില്ല. ആകെ ഗം ഇടേണ്ട ഈ പാനലിൽ മാത്രമാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ട്രെയിനിയോ ഫ്രഷറോ ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ തന്നെ ഡിസംബ്ലി വീഡിയോ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പുതിയ ടെക്നീഷ്യന്മാരൊന്ന് കണ്ടിട്ട് ഇത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക.